ഗൈസ് റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ശുഭ്മാൻ ഗില്ല് A+ കോൺട്രാക്റ്റിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളത്. അതായത് BCCI കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന കോൺട്രാക്റ്റാണ്. അതിൽ വളരെ ചുരുക്കം താരങ്ങൾ മാത്രമാണുള്ളത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, ജഡേജ അടങ്ങുന്നവരൊക്കെ. അപ്പം നിലവിൽ ശുഭ്മാൻ ഗില്ല് A കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ നമുക്ക് ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഗൗതം ഗംഭീറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ താരങ്ങളെ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പരിപാടിയൊന്നും അദ്ദേഹം വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള പല താരങ്ങളും ഒഴിവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത് ശർമ്മ അടക്കമുള്ള താരങ്ങളുടെ കാര്യത്തിലും ഒരുപക്ഷെ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ പോയേനെ. പക്ഷേ നിലവിൽ അവരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഇപ്പം ODIയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുകയാണ്. റാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നാമതും രണ്ടാമതും നിൽക്കുന്ന താരങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നിലവിൽ അവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർസ് എന്ന നിലയിൽ വന്നിട്ടുള്ളൂ. ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണി ആണെങ്കിലും വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ഒരു ടാലൻറ്റ് ഉപയോഗിച്ചിട്ട് അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ട് അവർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തി എന്ന നിലയിൽ തന്നെയാണ് അവർക്ക് വലിയ തോതിലുള്ള ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നത്. അവരൊരു സൂപ്പർ സ്റ്റാർസ് എന്ന നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. എന്നാൽ നിലവിൽ എന്താണ് ഇന്ത്യൻ ടീമിൽ നടക്കുന്നത്? ഒരു തരത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ അവരായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നൊരു രീതിയല്ലേ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ODIയിലാണെങ്കിലും ഒക്കെ ശരി. പക്ഷേ T20 ഫോമാറ്റിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് അതിലൊരു എതിരഭിപ്രായം നിൽക്കുന്നത്. കാരണം അവിടെ ആ ഒരു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന നിലയിലേക്ക് തീർച്ചയായിട്ടും ഒരു കുത്തിക്കയറ്റപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യമാണ്. ഇപ്പം നിലവിൽ ഈ ഒരു A+ കാറ്റഗറിയിലോട്ടൊക്കെ ഇദ്ദേഹത്തെ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന നിലയിൽ വരുമ്പോഴത്തേക്കും ഭാവിയിൽ ഒരു 3 ഫോമായി ക്യാപ്റ്റൻ എന്ന നിലയിൽ BCCI പരിഗണിക്കുന്ന ഒരാളാണ് ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള സൂചനകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു A+ കാറ്റഗറിയിൽ കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് കൂട്ടി വായിക്കേണ്ടതെന്ന് പറയുന്നൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞ വലിയൊരു വിരോധാഭാസം ഉള്ളത്. കാരണം ഗംഭീർ സൂപ്പർ സ്റ്റാർസിനെ ഒന്നും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു ഏച്ചുകെട്ടൽ രൂപത്തിലുള്ളൊരു സൂപ്പർ സ്റ്റാർസിനെ ഇവരായിട്ട് തന്നെ പൊക്കിക്കൊണ്ട് വരുന്നൊരു അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. ഇത് പൊളിറ്റിക്സോ അല്ലെങ്കിൽ സിനിമയൊന്നും അല്ലല്ലോ അങ്ങനെ വരാൻ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരിക്കൽ കൂടി നമുക്ക് T20 ഫോമാറ്റിൻ്റെ ഒരു സാഹചര്യങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും കമ്പാരിസൺ വരുന്നത് സഞ്ജു സാംസണുമായിട്ടാണല്ലോ. അപ്പം സഞ്ജു സാംസൺ 43 T20 മത്സരങ്ങളിൽ നിന്ന്, അതായത് ഇന്നിങ്സിൽ നിന്നും 995 റൺസും അദ്ദേഹത്തിൻ്റെ ആവറേജ് 25.51, 147 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഗില്ലിൻ്റെ കാര്യം എടുക്കുന്ന 34 മത്സരങ്ങളിൽ 841 റൺസാണ്, 29 ആവറേജ്, അതിൽ കൂടുതലുണ്ട്. അതുപോലെ സ്ട്രൈക്ക് റേറ്റ് 140, വലിയ വ്യത്യാസമില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു അവസാനത്തെ 11 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗില്ലിൻ്റെ നമുക്ക് റെക്കോർഡൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് 25.5, സ്ട്രൈക്ക് റേറ്റ് 140. അതിന് മുമ്പുള്ള 11 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സഞ്ജു സാംസൻ്റെ റെക്കോർഡ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 38.8 അദ്ദേഹത്തിൻ്റെ ആവറേജ്, 186 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറികളും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കുന്നു. നമ്മളൊരു സഞ്ജു ഫേവററ്റിസം വെച്ചോ അങ്ങനൊന്നും പറയല്ല. പക്ഷേ ഇവിടെ അത് ക്ലിയറാണ്. ഇനി സഞ്ജുവിനെ കളിപ്പിക്കേണ്ട ജയ്സ്വാളിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജയ്സ്വാളിൻ്റെ 22 മത്സരങ്ങൾ T20 കളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ റൺസ് 723 റൺസാണ്, 36 ആവറേജ്, ഇവരെക്കാളൊക്കെ കൂടുതലാണ്. അതുപോലെ 164 സ്ട്രൈക്ക് റേറ്റ്, ഇവരെക്കാൾ കൂടുതലാണ്. അതുപോലെ ഒരു സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിൽ കൂടി അവിടെ കളിപ്പിക്കാൻ അർഹനായിട്ടുള്ള ജയ്സ്വാൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ജയ്സ്വാളിനെയാണ് ഒരു 3 ഫോമാറ്റ് പ്ലെയർ എന്നൊക്കെ നിലയിൽ പറയുന്നതെങ്കിൽ അത് ഒരു തരത്തിലെങ്കിലുമൊക്കെ ഇതൊരു ലോജിക്ക് ഉണ്ടായിരുന്നതിനെ പറയാനും. എന്നാണെങ്കിലും A+ കാറ്റഗറി ഇതിൽ കൂടി ഗില്ലിന് ഉൾപ്പെടുന്നൊരു സാഹചര്യം വരുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അദ്ദേഹം ഒരു മോശം പ്ലെയറൊന്നുമല്ല. അദ്ദേഹത്തെ ഈ 2 ഫോമാറ്റിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന നിലയിലേക്കാണെങ്കിലൊക്കെ ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യതയുള്ള പ്ലെയറാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണെങ്കിലും ഇനിയിപ്പം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബുംറയും ജഡേജയൊക്കെയാണല്ലോ ഈ ഒരു A+ കാറ്റഗറിയിലുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആണെങ്കിലും അവർ ഒരു ഫോമാറ്റിൽ ODIയിൽ മാത്രം കളിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ ഈ A+ കാറ്റഗറിയിൽ നിന്ന് മാറ്റി ഒരു A കാറ്റഗറിയിലോട്ടൊക്കെ മാറ്റപ്പെടുമോ? ഇങ്ങനെയും ഒരു ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എനിവേ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സൂചിച്ചിട്ട് കമ്പോസിഷൻ സൈനിങ് ഓഫ്.